പറഞ്ഞു വാലൻസ് ബോണ്ട് തിയറിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത തിയറി കൊണ്ടുവന്നത്. അതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അല്ലെങ്കിൽ അതിനെ ചുരുക്കിയിട്ട് CFT എന്ന് എഴുതും. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അല്ലെങ്കിൽ CFT. അപ്പോൾ ഇനി ഇതിലത്തെ ഓരോ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ വാലൻസ് ബോണ്ട് തിയറി പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞു, അതിലത്തെ പോസ്റ്റുലേറ്റ് അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ, സെൻട്രൽ മെറ്റൽ ആറ്റം ലിഗാൻഡിൻ്റെ സെക്കൻഡറി വാലൻസിക്ക് ഇക്വലൻ്റ് ആയിട്ട് അതിലുള്ള വേക്കൻറ്റ് ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യും. ഈ വേക്കൻറ്റ് ഓർബിറ്റലിലേക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ലിഗാൻഡ് ഡൊണേറ്റ് ചെയ്തിട്ട് ഓവർലാപ്പ് ചെയ്യും അല്ലേ. അവിടെ ഒരു തരത്തിലുള്ള കൊവാലൻ്റ് ഇൻട്രാക്ഷൻ, കോർഡിനേറ്റ് കൊവാലൻ്റ് ഇൻട്രാക്ഷൻ ആണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഇവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ കംപ്ലീറ്റ്ലി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ലിഗാൻഡ്, മെറ്റലും ലിഗാൻഡും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്, അല്ലെങ്കിൽ 100% അയോണിക് ഇൻട്രാക്ഷൻ ആണ് മെറ്റൽസും ലിഗാൻഡും തമ്മിൽ എന്നുള്ളതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. അതായത് സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഇസ് പ്യുവർലി അയോണിക്. ഓക്കെ. രണ്ടാമത്തെ നമുക്കറിയാം എന്താ ചെയ്യണത്, മെറ്റൽ അയോണ് അതിനെ സറൗണ്ട് ചെയ്തിട്ട് ലിഗാൻസ് വരും. ഇങ്ങനെയുള്ള മെറ്റൽ അയോണിനെ സറൗണ്ട് ചെയ്തിട്ട് ലിഗാൻസ് വരുമ്പോൾ ഈ ലിഗാൻഡ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണതിൻ്റെ ഫലമായിട്ട് മെറ്റലിലുള്ള അവസാനത്തെ ഷെല്ലിലത്തെ ഡി ഓർബിറ്റലിൻ്റെ എനർജി, നമുക്കറിയാം എല്ലാ ഡി ഓർബിറ്റൽസും ഒരേ എനർജിയിലാണ്. നമ്മൾ ഇങ്ങനെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്, ഡി ഓർബിറ്റൽസ് ഒക്കെ ഒരേ എനർജിയുള്ള ഡി ഓർബിറ്റൽസ് നമ്മൾ ഇങ്ങനെയല്ലേ വരച്ചിട്ടുണ്ടായിരുന്നത്. ഒരേ എനർജിയുള്ള ഈ ഡി ഓർബിറ്റൽസിൻ്റെ ഡീജനറസിയെ, അതായത് അതിൻ്റെ ആ യൂണിഫോമിറ്റിയെ, ഡീജനറസിയെ ഇഫക്റ്റ് ചെയ്യും. ഡീജനറസിയെ എഫക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഡീജനറസിയെ ഡിസ്ട്രോയ് ചെയ്യും. ഡീജനറസി ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഈ ഡീജനറേറ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ലിഗാൻഡ് വരണ സമയത്ത് അതിൻ്റെ എന്താ പറയുക എനർജി ഡിഫറൻസിനനുസരിച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുക. ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ്, ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണെങ്കിലും, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ക്വാണ്ടിറ്റേറ്റീവായിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാം, കളറ്, സ്പെക്ട്ര, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ലിഗാൻഡും മെറ്റലും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതായത് മെറ്റൽ എന്ന് പറയുന്നത് നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെ നമ്മൾ കാറ്റയോൺ എന്നാ പറയുക. നെഗറ്റീവ് ചാർജ്ഡ് അയോൺ ആണ്. ലിഗാൻഡുകൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവാം, ന്യൂട്രൽ ആവാം. നെഗറ്റീവ് ചാർജുള്ള ലിഗാൻഡ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള മെറ്റലും നെഗറ്റീവ് ചാർജുള്ള ലിഗാൻഡും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് മനസ്സിലാക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ട്. പക്ഷേ ഇനി ലിഗാൻഡ് ന്യൂട്രൽ ചാർജായുള്ള ലിഗാൻസ് ആണ് വരണേയെങ്കിൽ അതിനെ പോയിന്റ് ഡൈപോൾസ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പോയിന്റ് ചാർജസ് അല്ല, പോയിന്റ് ഡൈപോൾസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡൈപോളുകൾ തമ്മിൽ എന്തുണ്ട്, ഡൈപോൾസിന് 2 പോളുണ്ട്. പോസിറ്റീവ് ചാർജുള്ള ഒരു പോളും നെഗറ്റീവ് ചാർജുള്ള ഒരു പോളും ഉണ്ട്. അപ്പം നെഗറ്റീവ് ചാർജുള്ള പോളിലേക്ക് ഈ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽസ് വന്നിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി അയോണിക് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മെറ്റലിനെ സറൗണ്ട് ചെയ്തിട്ട് ലിഗാൻസ് വരുമ്പോൾ മെറ്റലിൻ്റെ ഡീജനറസി, അതിൻ്റെ ആ എല്ലാ ഡി ഓർബിറ്റൽസും ഒരേ എനർജിയുള്ള ഡി ഓർബിറ്റൽസ് ആയിരുന്നു. അതായത് ഡീജനറേറ്റ് ആയിരുന്നു ഡി ഓർബിറ്റൽസ്. ലിഗാൻഡ് വരുന്ന സമയത്ത് അതിൻ്റെ ഡീജനറസി ഡിസ്ട്രോയ് ചെയ്യും. അതിൻ്റെ എനർജിക്ക് അനുസരിച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യും. ഈ ഈക്വലൻ്റ് എനർജിയുള്ള ഡീജനറേറ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യണ ആ പ്രോസസ്സിനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ലോ എനർജിയുള്ള ഓർബിറ്റൽസും ഹൈ എനർജിയുള്ള ആക്ച്വൽ ഡി ഓർബിറ്റൽസിനേക്കാളും എനർജി കുറവുള്ളതും എനർജി കൂടുതലുള്ള 2 സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാവും. അത് തമ്മിലുള്ള എനർജി ഗ്യാപ്പാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, അല്ലെങ്കിൽ CFSE, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങും ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയൊക്കെയാണ് ഈ എന്താ പറയുക ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ. ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കാരണമാണ് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, കളറ്, സ്പെക്ട്ര പോലെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് എക്സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യണത്, എങ്ങനെയാണ് കളർ എക്സ്പ്ലെയിൻ ചെയ്യണത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.